ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നട്ട്സ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ നമുക്ക് മിഠായിക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള നമ്മൾ നട്ട്സൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല മധുരത്തിനായിട്ട് ഡേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട്സ് റോളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഐറ്റംസ് നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വറുത്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബദാം, വാൽനട്ട്, കാഷ്യൂ, പിസ്ത, പിന്നെ പംകിൻ സീഡ്, ഇത്രയും നട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര അളവ് എന്നൊന്നുമില്ല. എല്ലാം ഞാനൊരു പിടി അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സിൻ്റെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ നട്ട്സ് എടുക്കുന്നതിൻ്റെ ഒരു ഹാഫ് പോർഷനെങ്കിലും നമ്മൾ ഡേറ്റ്സ് എടുക്കണം. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് മിക്സായി കിട്ടാൻ ഒരു ഡവ് പോലെ, അതായത് ഒരു മാവിൻ്റെ രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒരു പാനിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് വറുത്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ചെറുതീയിൽ ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഈത്തപ്പഴം ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളൊന്ന് അരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ആവശ്യത്തിനുണ്ടാവുകയും ചെയ്യും. പിന്നെ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനൊരു 6-8 ഈത്തപ്പഴം എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റിൽ കിട്ടും. ഇനി നമ്മളിപ്പോൾ ഈ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഈത്തപ്പഴം അരച്ചത് ഒന്ന് നെയ്യിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നട്ട്സ് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഈ നെയ്യിലും ഈത്തപ്പഴത്തിലൊക്കെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അത് കുറച്ച് നേരം നമ്മൾക്ക് ഇളക്കിയാൽ തന്നെ അത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും മിക്സായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വല്ല എണ്ണയോ നെയ്യോ ഒക്കെ പുരട്ടിയ ശേഷം ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ റോളാക്കിയിട്ടോ റൗണ്ടാക്കിയിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഇതിൽ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാതും നമ്മൾ റോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ഫ്രം സിനു ഷംസി.